അസ്സലാമലൈക്കും. ചിക്കൻ പൊരിച്ചു. ഒന്ന് കഷ്ടമുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ചു. അപ്പം പിന്നെ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിരുന്നാർ ഞെച്ച് വന്നിന്. അപ്പോൾ ആപ്പിൾ എന്തൊക്കെയോ മുറിച്ചുണ്ടാക്കുകയാണ്. ഇതാകണ്ടോ കൂട്ടുകാരെ. പിന്നെ ഇത് ചീര വറവിടാൻ വേണ്ടി ചീരയൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി, സുർക്ക, ഉപ്പ് ഇത് മൂന്നും പാട് ചേർത്ത് വിഷം ഉണ്ടാവുമല്ലോ, ഇത് മൂന്നും പാട് ചേർത്ത് ചീര വെള്ളത്തിലിട്ട് കൂട്ടുകാരെ. അപ്പം പത്തേ ചുടുകയാണേ. എന്താ കൂട്ടുകാരെ വിശേഷം? എന്താ സുഖമാണോ? പിന്നെന്താ കൂട്ടുകാരെ പറയൂ. പിന്നെ ഇത് കറി ഇതാ വെച്ചു, ചിക്കൻ കറി. ഒന്നും ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, ഗസ്റ്റുകളുണ്ടായ തിരക്കുണ്ട്. ഇത് തരിക്കഞ്ഞി ആയിട്ടുണ്ട്. ഇത് പത്തിരി. എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഗസ്റ്റായിട്ട്. അപ്പം പിന്നെ ഇത് മുരിങ്ങ എൻ്റെ അമ്മ കൊണ്ടുവന്നാണ്. മുരിങ്ങ ഞങ്ങൾക്ക് 2-3 ദിവസത്തിന് പക്കായ അരച്ചിട്ട് കൊണ്ടുവന്നാണ്. പിന്നെന്താ ഇവിടെ എടുത്ത് വെച്ചിരുന്നതാ നിലത്ത്. ഉണ്ടോ? പിന്നെ കൂട്ടുകാരെ ഞങ്ങളിന്ന് പിന്നെ ഒരു ചക്ക വാങ്ങി കൂട്ടുകാരെ. കരിഞ്ചുള്ളു 60 രൂപ കൊടുത്ത് പൈസക്ക് ഞങ്ങൾ ചക്ക വാങ്ങി. അത് വരും ചള്ളായിപ്പോയി. പത്തിരി സുഖട്ടെ. കൂട്ടുകാർക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പത്തിരിയും തരിക്കഞ്ഞിയും അതേ ഉള്ളൂ. നാളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച്. വിരുന്നുകാർ ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ ഇനി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊക്കെയാണ് നാളെ. ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ബീഫൊക്കെ ഇട്ട് അടിപൊളിയിൽ നോമ്പുതുറ. പിന്നെന്താ കൂട്ടുകാരെ വിശേഷം? എന്താ അങ്ങനെയൊക്കെയാണ്. പത്തിലേ ഉള്ളൂ. നാളെ ഇനി വേറൊരു മോഡലാണ്, പ്രത്യേക ഒരു മോഡലാണ് കൂട്ടുകാർക്ക് കാണിക്കാനായിട്ട് ഉണ്ടാക്കണം. ഇന്നിപ്പം ഒരു പത്തിരി മാത്രം. നാളെ പ്രത്യേക ഒരു വിഭവം ഉണ്ടാക്കണ്ടേ, അപ്പോൾ കൂട്ടുകാർക്ക് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കൂട്ടുകാർ ചിക്കൻ പൊരിച്ചത് റെഡിയായി, തരിക്കഞ്ഞി റെഡിയായി. പിന്നെ കൂട്ടുകാർക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇനി ബാക്കി നോമ്പ് തുറക്കുമ്പോൾ എടുക്കേ. എന്നാൽ ഓക്കെ. അസ്സലാമു അലൈക്കും.